അങ്ങനെ കേരള വിഷൻ വോട്ടംഗം ആലത്തൂരിൻ്റെ അതിരുകൾ വിട്ടിതാ തൃശ്ശൂരിലേക്ക് കയറാൻ പോവുകയാണ്. ശക്തൻ്റെ തട്ടകത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. തൃശ്ശൂരിഞ്ഞെടുക്കുവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ വടക്കുംനാഥൻ്റെ സന്നിധിയിലെത്തി. പൂരമൊഴിഞ്ഞ പറമ്പാണെങ്കിലും ആവേശത്തിനും വിവാദങ്ങൾക്കും ഒട്ടും ഒഴിവില്ല. ഇവിടം എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. കെ മുരളീധരനും വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ അങ്കപ്പോരിൽ ആർക്കൊപ്പം ജനത നമുക്കറിയാം. നോക്കാം, ചോദിക്കാം. ചൂടൊക്കെ എങ്ങനെയുണ്ട്? പൂരം കഴിഞ്ഞ പറമ്പാണ്. പൂരച്ചൂട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് മാറുന്നില്ല. ആവശ്യം ഇനി അങ്ങോട്ട് കൂടത്തേ ഉള്ളൂ. ഈ പൂരച്ചൂട് കാരണം അതും തണുത്തിരിക്കുകയായിരുന്നു. ഇന്നലോട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂട് ഡബിൾ ആയി കഴിഞ്ഞു. പേര്? എൻ്റെ പേര് ഹരി, ഇവിടുത്തെ സമിതി സെക്രട്ടറി. അപ്പൊ ഈ പൂരമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ? പൂരമായിട്ട് പ്രശ്നം കുറച്ച് പോലീസ് പൂരമായിരുന്നു. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ പൂരത്തിന് പ്രശ്നങ്ങളായിരുന്നു. ഇപ്രാവശ്യം എല്ലാം നമ്മൾ സംസാരിച്ച് 2 മണി വരെ റൗണ്ടൊക്കെ തുറന്നു വിടാമെന്ന് പറഞ്ഞ് 11 മണിക്ക് തന്നെ ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് അനാവശ്യ ഇഷ്യൂ ആയിരുന്നു. കുടമാറ്റം വരെ വലിയ ഇഷ്യൂ ഇല്ലാണ്ട് പോയതാണ്. രാത്രി ആയപ്പോൾ വെടിക്കെട്ട് സമയത്താണ് ഇഷ്യൂകൾ മുഴുവൻ വന്നത്. ആരാണിത്? പോലീസുകാർ മാത്രമാണോ അതിന്റെ കുറ്റക്കാർ? 100%. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും 100% പോലീസുകാർ. ആനയ്ക്ക് പോലും പട്ട കൊടുത്തില്ല എന്ന് പറയുന്നത്. അത് പട്ട കൊടുക്കാൻ സമ്മതിച്ചില്ല. ഈ കമ്മീഷണർ മാത്രം കുറ്റമാണോ? കമ്മീഷണർ മാറ്റാൻ പോകുന്നൊക്കെ വാർത്തകൾ. കമ്മീഷണർ മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ കമ്മീഷണർ എന്ന് വെച്ചാൽ കുറച്ച് ഇവരെ ബ്രീഫിംഗ് കഴിച്ചിട്ടില്ല, ആരും എന്താണെന്ന് അറിയിച്ചിട്ടില്ല, പോലീസുകാർക്ക് എവിടെ നിൽക്കണം എന്നറിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇത് തെരഞ്ഞെടുപ്പിനെ ശരിക്ക് ഒരു തൃശ്ശൂർ പൂരത്തിന് രാഷ്ട്രീയമില്ല, പക്ഷെ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്. അത് നമ്മൾ സമ്മതിക്കില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രാഷ്ട്രീയമില്ലാതെ ജാതി മതം ഭേദമില്ലാതെ നടക്കുന്ന സാധനമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ നമുക്ക് താല്പര്യമില്ല, സമ്മതിക്കില്ല. പിന്നെ എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പ് ചൂട്? മൊത്തം തെരഞ്ഞെടുപ്പ് 3 സൂപ്പർ സ്റ്റാറുകളാണ് ഇവിടെ കൊമ്പ് കൊടുക്കുന്നത് അല്ലേ? വി എസ് സുനിൽകുമാർ, കെ മുരളീധരൻ, സുരേഷ് ഗോപി. ഇപ്പോൾ എടുക്കാൻ പറ്റുമോ തൃശ്ശൂർ ആർക്കെങ്കിലും? എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് പറയുമ്പോൾ കാലാകാലമായിട്ട് തൃശ്ശൂർ പൂരത്തിൽ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ കൂടെ ഒരാളാണ്. മുരളീധരൻ എന്ന് പറയുമ്പോൾ അങ്ങൊരു അച്ഛൻ പെങ്ങൾ എല്ലാവരും തൃശ്ശൂരുകാരാണ്, തൃശ്ശൂർ താമസക്കാരൻ. സുരേഷ് ഗോപി ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ നിൽക്കുന്നത്. അപ്പം 3 പേരും തൃശ്ശൂർ അറിയണ ആൾക്കാരാണ്. മാത്രമല്ല വടകരയിൽ നിന്ന് വന്നത് കെ മുരളീധരൻ. അത് ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു മൈനസാണ്. എന്ന് വെച്ചാൽ അവിടെ പ്രതാപൻ കുറേ വർക്ക് കഴിഞ്ഞ് മാറിയിട്ടാണ് മുരളീധരനെ കൊണ്ടുവരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതാപൻ്റെ കുറേ ആൾക്കാർക്ക് വർക്ക് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നണതാണ് മനസ്സുകൊണ്ടൊരു ദേഷ്യം ഉണ്ടാവും. കുറേ പോസ്റ്റർ ഒടിച്ചു, വർക്ക് തുടങ്ങി, പ്രതാപനെ വെച്ചാൽ എല്ലാവരും ആക്റ്റീവായിട്ട് വന്നു. പെട്ടെന്ന് മാറുമ്പോൾ അങ്ങവർക്ക് ഫീലിംഗ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ പിന്നെ വെച്ചാൽ നല്ല ടൈറ്റാണ്. ആർക്കും വലിയ ലീഡൊന്നും വരാൻ വഴിയില്ല. ആര് ജയിക്കാച്ചാലും മാക്സിമം 15,000 കൊണ്ട് വ്യത്യാസമൊക്കെ വരാൻ പറ്റുള്ളൂ. ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസം എന്തായാലും ഭൂരിപക്ഷത്തിൽ ഉണ്ടാവില്ല ആര് ജയിച്ചാലും. പൂരത്തിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, പൂരം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നത്. ഓ, ട്രിവാൻഡ്രത്ത് വരാ. അതെ അതെ. ഓ, തിരുവനന്തപുരം അല്ലേ? ഇവിടെ തൃശ്ശൂർ ആര് ജയിക്കുന്ന ഒരു ഊഹം, ഒരു തിരുവനന്തപുരത്തുകാരൻ? അതങ്ങനെ ആരെയോ പറയാനൊന്നുണ്ട്, പേടിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. അപ്പൊ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ തേക്കിൻകാട് മൈതാനവും വടക്കുംനാഥൻ്റെ നടയിലുമൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് മനസ്സറിയാനായി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു മനുഷ്യനെ കണ്ട്, അതായത് നിരവധി പേരെ വരച്ചു കൊടുക്കും. അത് ഫോട്ടോ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇപ്പോൾ യുവമിഥുനങ്ങളെ, കുട്ടികളെ,
സാധാരണക്കാരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ വരയ്ക്കും. വരച്ചെന്ന് പറഞ്ഞാൽ ഫോട്ടോ പോലെ പെർഫെക്ഷനാണ് അതിന്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം, ഒന്ന് കാണാം. എങ്ങനെയുണ്ട് മോളെ വര? നന്നായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കുന്നല്ലേ, ഫോട്ടോ എടുത്ത പോലെ അല്ലേ? ഇവിടെ ചെറിയിരുന്ന് വരയ്ക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 1-2 വർഷമായി ഇവിടെ ഇരുന്ന്. പേരെന്തുവാ? എൻ്റെ പേര് ഷിബു എന്നാണ്. ഷിബു. ആ, ഞാൻ പാലായിരുന്നു, കോട്ടയം. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് മാളയെന്നാണ്. 6 വർഷമായതുകൊണ്ട് കല്യാണം കഴിച്ചത്. അങ്ങനെ തൃശ്ശൂരിലേക്ക് 20 വർഷമായി ഒരു ചാലക്കുടിയിൽ ഒരു കമ്പനി ജോലിയായിരുന്നു. അതായത് ഇതുപോലെ തൃശ്ശൂരിൻ്റെ മരുമകൻ. ആ, അപ്പം വരപ്പ് ഒത്തിരി ആളായി വരപ്പ് തുടങ്ങി. ഞാൻ കുഞ്ഞിലോട്ട് വരയ്ക്കായിരുന്നു, 5 വയസ്സ് തൊട്ട് വരയ്ക്കായിരുന്നു. പേര് പറഞ്ഞ ഞാൻ വിട്ടു. ഷിബു ജെയിംസ്. ഓക്കെ. ഞാൻ ഇവിടെ തന്നെ വന്നിരുന്നു 10,000 വരെ ലൈവായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ 9 മാസം കൊണ്ട് വരച്ചത്. ഒരു ദിവസം എത്ര പേര് വരയ്ക്കും? 20-24 വരെ ചെയ്യും ഒരു ദിവസം. 10 മിനിറ്റാണ് നമ്മൾ ഒരാൾ എടുക്കുന്നത്. 10 മിനിറ്റ് ഉണ്ടല്ലേ? കാര്യക്കാത്തതല്ല, ഫോട്ടോ പോലെയാണ്. ഫോട്ടോ പോലെ. എല്ലാവരും തൃപ്തരാണ്, ഏതാണ്ട് 90%. ആർക്കാ സാധ്യത ഇവിടെ വരുമ്പോൾ ഈ വര പോലെ മനസ്സും കൂടെ വരയ്ക്കുമല്ലോ? ഞാനൊരു കാര്യം പറയാം, മുഖം മാത്രമാണോ വരയ്ക്കുന്നത്? മനസ്സ് മാത്രമല്ല, മനസ്സ് വരയ്ക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു രാഷ്ട്രീയം എനിക്ക് അറിയത്തൂല, കാരണം താല്പര്യമില്ലാത്ത കേസാണ്. ഞാൻ പല മാനസാറിന്റെ നാട്ടിൽ നിന്ന് വരുവാ, അവിടെ ഇല്ലാത്ത രാഷ്ട്രീയമൊന്നും രാഷ്ട്രീയം ഇല്ലാത്ത. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ വല്ല ബോർഡ് എഴുതാനും വാർഡ് എഴുതാനും ഒക്കെ പോകും. മാനസാറിനെ വരച്ചു കൊടുക്കാൻ പോകും. അത് നേരെ LDFന്റെ വിളിച്ചു കഴിഞ്ഞാൽ മാനസികാപ്പനും പോകും. അപ്പം അങ്ങനെ പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇവിടെ ഈ വർഷം പറയുന്നത് എനിക്ക് തോന്നുന്നു 90% സുരേഷ് ഗോപി ജയിക്കുന്ന. പൂരത്തിനുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പൂരം? ഗംഭീരമായിരുന്നു. കുടമാറ്റം കഴിഞ്ഞപ്പോൾ പോയി. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്, ഇവിടെ സുരേഷ് ഗോപി, കെ മുരളീധരൻ, VS സുനിൽകുമാർ എല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. അത് പറഞ്ഞു കേട്ടോളം സുനിൽകുമാറിനാണ് സാധ്യത. സുനിൽകുമാറിനാണ് അല്ലേ? അത് മുന്നോടിയും കൂടെ ഒക്കെ നല്ല ആക്റ്റീവാണ്. പണ്ടേ ആക്റ്റീവാണ്. 3 പാർട്ടിക്ക് സ്കോപ്പുണ്ട്. 3 പാർട്ടിക്ക് സ്കോപ്പുണ്ട്. 3 MP ഒരു MP ഉള്ളൂ. അല്ല, 3 പാർട്ടി ഉണ്ടല്ലേ, 3 മുന്നണി ഉണ്ടല്ലോ. അതെ. ഒന്നും പറയാൻ പറ്റില്ല. 3 കൊലകൊമ്പന്മാരാണ് കൊമ്പ് കോർക്കുന്നത് അല്ലേ? ആർക്കായിരിക്കും ചെറിയൊരു മേൽക്ക് നമ്മളെ ഒരു നിരീക്ഷണത്തിൽ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. എന്നാലും പറ, BJPക്കാണ്. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത എങ്ങനെയൊക്കെ കാണുന്നത്? എന്താ അതിന് ഒരു കാര്യം വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ആള് കുറെ കാലമായില്ല ഇവിടെ കിടന്ന് കളിക്കുന്നത്. മറ്റേ രാജഗോപാലുള്ളതുപോലെ അങ്ങനെയല്ല, നിരന്തരം തോൽവിയുടെ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. പുള്ളി ആകെ വളരെ കുറച്ച് തവണയല്ലേ ഉള്ളൂ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. 3 പ്രാവശ്യമായില്ലേ? അല്ല, കുറച്ച് കാലമല്ലേ ഉള്ളൂ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട്. രാഷ്ട്രീയം നല്ലല്ലോ മെയിനായിട്ട്. നല്ല പൊതുപ്രവർത്തനമാണ് അല്ലേ? നമസ്കാരം. എന്താണ് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു സന്തോഷ് കുമാർ. എങ്ങനെയുണ്ട് ഐസ്ക്രീം കച്ചവടം? കുഴപ്പമില്ലാണ്ട് പോകും. ചൂടായോണ്ട് ശരിക്കാണല്ലേ? ചൂടിന്റെ അല്ല, ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോക്ക്, ടൈം പാസ്, അതാണ്. പൂരത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം? കച്ചവടം ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായില്ല. ആർക്കാ അവിടെ സാധ്യത കാണുന്നത് ഇലക്ഷനിൽ? ഇവിടെ സാധ്യത എന്ന് പറയുന്നത് 3 ആളും ഈക്വൽ ചെയ്ത് വരും. ആര് ജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിനെ ജയിക്കും. അത് അത്രേ ഉള്ളൂ. വലിയ ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവില്ല. ഒന്നാം സ്ഥാനത്ത് ആര് വരുമായിരിക്കും എന്നൊരു ഊഹം എന്ന് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിൽ BJPയുടെ ഇതിലായിട്ട് പോകുന്നു. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി ഞാൻ പറയാം BJP ആയതുകൊണ്ട് പോകും. കാരണം ഇവിടെ മതസൗഹാർദ്ദം നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പം ഇപ്പൊ സാധ്യത ആർക്കാ നിലവിൽ? ഇപ്പൊ സാധ്യത നമുക്ക് വരുന്നത് സുനിൽകുമാറിനാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ ഗതാഗത പ്രശ്നമാണോ? ഗതാഗതം തന്നെയാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ടച്ച് ചെയ്യാതെ പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ KSRTC തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് പോകണ വണ്ടിയാണെങ്കിൽ തൃശ്ശൂർ ടച്ച് ചെയ്യണം. പാലക്കാട് പോവുകയാണെങ്കിലും തൃശ്ശൂർ ടച്ച് ചെയ്യണം. അപ്പോൾ എല്ലാ വണ്ടികളും തൃശ്ശൂർ വന്ന് പോകണം. അങ്ങനെ ഒരു വികസനം അല്ലെങ്കിൽ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് 4 ദിക്കിലേക്ക് മാറി വരികയാണ്. സിറ്റി സർവീസ് ഇടുകയാണെങ്കിൽ തൃശ്ശൂരിനൊരു വികസനം, അങ്ങനെയാണ് വികസനം വരേണ്ടത്. നമസ്കാരം. സുനിൽകുമാർ ജയിക്കും. അത് നമ്മുടെ സുനിലേട്ടൻ തന്നെ.
കൊല്ലൂരിന്റെ ഹൃദയങ്ങളിൽ മുഴുവൻ VS ആണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് കൊല്ലൂരിന്റെ രാജവീതികളെ ചുവപ്പണിയിച്ചുകൊണ്ട് LDF കൊല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിളംബര റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അഭിവാദ്യം ചെയ്യുക. ഹൃദയങ്ങളിൽ VS ആണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് LDF കൊല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിളംബര നമ്മളിങ്ങനെ തൃശ്ശൂരിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും മറ്റ് തണുപ്പിക്കുന്ന പല കാഴ്ചകളും കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വേദനാജനകമായ ക്രൂരമായ ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാനാകുന്നുണ്ട്. നമുക്ക് പോത്തിനെ വളരെ മൃഗീയമായി അശാസ്ത്രീയമായി ക്രൂരമായ രീതിയിൽ പോത്തുകളെ ഒക്കെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ചട്ടലംഘനമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതും തൃശ്ശൂർ നഗരത്തിലൂടെയാണ് ഇത്തരത്തിൽ പോത്തിനെയും കൊണ്ട് പോകുന്നത്. പോത്തല്ല, പോത്തുകളെയും കൊണ്ടുപോകുന്നത്. നമ്മൾ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതാണ്. ഒരു തണൽ പറ്റി ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ആപ്പിൾ ജാമ്പ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നത്. ചില ജാമ്പക്കൊക്കെ ഉണ്ട്. ഒരു വഴക്കുറയില്ലെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ്. ഇവരുടെ പ്രതീക്ഷകളും ഇങ്ങനെ മധുരിക്കുമോ ജൂൺ 4 നമുക്കറിയാം. നമസ്കാരം സഖാവേ. ഞങ്ങളിങ്ങനെ ഓട്ടംഗം ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലൂടെ കടന്നു പോയാൽ ഒരു സൂപ്പർ സ്റ്റാർ മണ്ഡലമാണല്ലോ തൃശ്ശൂർ. അങ്ങനെ വന്നതാണ് ഞങ്ങൾ. VS സുനിൽകുമാർ, K മുരളീധരൻ, സുരേഷ് ഗോപി. അപ്പോൾ കറക്റ്റ് ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരം എന്ന് വെച്ചാൽ BJPക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം തൃശ്ശൂരായിരിക്കും. അത് BJP പ്ലസ് സുരേഷ് ഗോപി ഒരു സ്റ്റാർ ആണെന്നുള്ളത് കൊണ്ട് ഒരു കുറച്ച് വിഭാഗം ആളുകളിൽ നിന്ന് വോട്ട് അവർക്ക് കിട്ടും. പക്ഷെ ജയിക്കാൻ പോകുന്നില്ല. ജയിക്കുന്നത് ഈ സുരേഷ് ഗോപി ഈ എല്ലാ പ്രഭാവത്തിലും പിടിക്കുന്ന വോട്ട് ഒരു പക്ഷേ UDFന് കിട്ടുന്ന വോട്ടായിരിക്കും. UDFന്റെ ഇപ്പോൾ അത് സുരേഷ് ഗോപി പ്രത്യേകം പിടിക്കുന്നതല്ല. ഈ കോൺഗ്രസ്സിലെ ഒരു ഹിന്ദുസ് കമ്മ്യൂണിറ്റിയിലെ അപ്പർ ക്ലാസ് കുറച്ച് കാലമായിട്ട് BJPയിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. തൃശ്ശൂർ കോൺഗ്രസ് കുടുംബങ്ങൾ കോൺഗ്രസ്സിലായിരുന്നു അവരൊക്കെ നേരത്തെ. അതിപ്പോൾ തൃശ്ശൂർ അസംബ്ലി മണ്ഡലം പരിശോധിച്ചാൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ കഴിഞ്ഞ അസംബ്ലി മണ്ഡലത്തിൽ പിന്നെ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ തൃശ്ശൂരിലെ ഇത്തരം ഒരു ക്ലാസ് ജീവിക്കുന്ന പ്രദേശത്താണ് BJP അവരുടെ വാർഡ് ജയിച്ചത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2ാം സ്ഥാനത്തേക്ക് വരാൻ പറ്റിയതും ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അപ്പം VS സുനിൽകുമാറിൻ്റെ വിജയം ഒരു വലിയ മാർജിനിലായിരിക്കും, വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും, അതോ ശക്തമായ ത്രികോണത്തിൽ നേരിയ മേൽക്കൈയായിരിക്കും? അല്ല, ത്രികോണ മത്സരമാണെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. ആ രീതിയിൽ ഈ പ്രചരണ രംഗത്തുനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടി സംവിധാന മിഷനറിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന, അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു മാർജിനിൽ ജയിക്കുന്നത് തന്നെയാണ്. ഓക്കെ, എങ്കിൽ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. ഓക്കെ, താങ്ക് യു സാർ. വോട്ടംഗം സുരേഷ് ഗോപിയുടെ, അതായത് BJPയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫീസിലെത്തിയിരിക്കുകയാണ്. അതായത് ആക്ച്വലി ഇത് സംഭാര വിതരണം, BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഭാര വിതരണ കേന്ദ്രമാണ്. മാത്രമല്ല ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും കുടിവെള്ളം വേണ്ടേ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടേ, തൊഴിലവസരങ്ങൾ വേണ്ടേ,
തൃശ്ശൂരിനും വേണ്ട ഒരു കേന്ദ്രമന്ത്രി. ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ. അത് വലിയ ഫ്ലക്സ് ബോർഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിന് വേണ്ട ഒരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ ഉള്ളത്. അതാണ് നമ്മൾ കാണുന്നത്. അകത്തേക്ക് നമുക്ക് പോകാം. നമസ്കാരം. ഞങ്ങൾ കേരള വിഷൻ വോട്ടംഗം. പിന്നെ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് തൃശ്ശൂർ? ഇനി എടുക്കുമോ ഇത്തവണ? തെരഞ്ഞെടുപ്പ് ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ അതേ ഒരു ഉത്സവത്തോടെ ഇത്രയും ഒരു ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശ്ശൂർ ഇത്തവണ ഇനി എടുക്കും. തൃശ്ശൂർ ഉറപ്പായിട്ടും, അതായത് തൃശ്ശൂർകാർ അദ്ദേഹത്തിന് കൊടുക്കും. ഈ തൃശ്ശൂർ ഇനി എടുക്കും എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് അത് അന്വർത്ഥമാകും. തൃശ്ശൂർ കൊടുക്കും, തൃശ്ശൂർ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കും. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ജൂൺ 4 ഞാൻ വിളിക്കും, കാണും. ഉറപ്പായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ ഞങ്ങൾ ആഘോഷിക്കും. ഓക്കെ ഓക്കെ. മോളെ പേരെന്താ? അഭിഷ്ടലക്ഷ്മി. അഭിഷ്ടലക്ഷ്മി. ഓക്കെ. സുരേഷ് ഗോപി ജയിക്കും ഇത്തവണ? ഈ സുനിൽകുമാർ ആകുമോ അല്ലെങ്കിൽ കെ മുരളീധരൻ ആയിട്ടാണോ സുരേഷ് ഗോപി പ്രധാന മത്സരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് ആരോ അവർക്ക് ആളാണ്. ഈ സുരേഷ് ഗോപി എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? ഈ BJP പാർട്ടി പ്രവർത്തകയായതുകൊണ്ടാണോ അതോ? അല്ലല്ല, ആള് സഹായം ചെയ്യുന്നത് ഒരു BJP പ്രവർത്തകർക്കോ അല്ലെങ്കിൽ BJPയിലുള്ള ആൾക്കാരെയോ തെരഞ്ഞു പിടിച്ചിട്ടല്ല. ഈ അതുപോലെ ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടും അല്ല. അതിപ്പോ സുനിൽകുമാറിനും ഇല്ലേ അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ? അത് ആരും അറിയുന്നില്ലല്ലോ. മതാടിസ്ഥാനത്തിലൊന്നുമല്ല, എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. വീട്ടമ്മമാരുടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മൂക്കോട്ടുണ്ടോ? ഇല്ല. ആര് ജയിക്കണം നമുക്ക് ഇഷ്ടം? സുരേഷ് ഗോപി. അത് അമ്മ പറഞ്ഞു തന്നെയല്ലേ, കള്ളം പറയരുത്. യഥാർത്ഥ ഇഷ്ടം ആരാ? സുരേഷ് ഗോപി. തൃശ്ശൂർ DCC ഓഫീസിന് മുന്നിലാണ് ഉള്ളത്. നമുക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകയെ ഒന്ന് കാണാം, നേതാവിനെ. തീർച്ചയായും ഞങ്ങൾ കോൺഗ്രസ്സുകാർ വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലും നിൽക്കുന്ന ഒരു അവസാന ലാപ്പിലാണ് തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഊർജ്ജവും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മുരളീധരൻ്റെ ഭീഷണിയാണോ? ഞങ്ങളിതൊരു ത്രികോണ മത്സരമായിട്ട് ഇതുവരെ കൂട്ടിയിട്ടില്ല. ഇത് പത്രമാധ്യമങ്ങളും മറ്റാളുകളും ഒക്കെ പറഞ്ഞു വെക്കുന്നതല്ലാതെ കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും, അത്തരത്തിലൊരു വോട്ട് ഷെയർ പോലും ഇത്തവണ ലഭിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അന്നുണ്ടായിരുന്ന ഒരു താരം അല്ലെങ്കിൽ ഒരു സിനിമയിലെ ബിഗ് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് 5 കൊല്ലം കൊണ്ട് അത് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അദ്ദേഹം വെറും എന്താ പറയുക, ഒരു തരം താഴ്ന്ന പൊളിറ്റിക്കൽ ഗിമ്മിക്കിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ കിരീടം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, അത്തരത്തിൽ ഒരുപാട് വീഡിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വൈറൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരാൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വശത്ത് വലിയ ഒരു ഇമേജ് ബിൽഡിങ് നടത്തുമ്പോഴും പക്ഷെ അത്തരം ഇമേജ് ബിൽഡിംഗ് ഒക്കെ എന്താ പറയുക കംപ്ലീറ്റ്ലി ഡിമോളിഷ്ഡ് ആവുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ 3-ാം സ്ഥാനത്തിലേക്ക് പോവുകയും LDFും UDFും തമ്മിൽ തന്നെയാണ് കേരളത്തിൽ എല്ലായിടങ്ങളിലും മത്സരം എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം. തെരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമായിട്ടുള്ള പ്രചരണങ്ങളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. കെ മുരളീധരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി. അപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മഹിളാ ന്യായ് റാലിയും അതോടൊപ്പം തന്നെ നാളെ മഹിളാ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു വലിയ സ്ക്വാഡും ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും ബൂത്ത് തലം മുതൽ തന്നെ വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നേരത്തെ TN പ്രതാപൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു തുടങ്ങി. അതൊരു നെഗറ്റീവ്? അത്തരത്തിലുള്ള നെഗറ്റീവ് ഒന്നുമില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. തൃശ്ശൂർ യാതൊരു പേടിയില്ല. കെ മുരളീധരൻ തന്നെ ജയിക്കും. തൃശ്ശൂർ എടുക്കുന്നത് മുരളീധരൻ തന്നെ? അത് മുരളീധരൻ തന്നെ എടുക്കും. ഞങ്ങൾ കൊടുത്താലല്ലേ മറ്റേ ആൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ കൊടുക്കില്ല. മുരളീധരൻ തന്നെ ജയിക്കും. വാട്ട് അബൌട്ട് ദി ഇലക്ഷൻ ഇൻ തൃശ്ശൂർ? Basically we are so much
emphasize on our Nari Nyaya guarantee and all the guarantee which Congress party has given in manifesto. That's a beautiful telling, I'm telling you. And what I think that if you will go for the nation subject or nation building, this is the best manifesto we are giving. Is such a miracle for the India. നമ്മൾ സ്ഥാനാർത്ഥി തന്നെ കണ്ടിരിക്കുകയാണ്, UDF സ്ഥാനാർത്ഥി സാക്ഷാൽ കെ മുരളീധരൻ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ വോട്ട് അംഗവുമായി ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി. എങ്ങനെയുണ്ട് തൃശ്ശൂർ? തൃശ്ശൂർ നല്ല വിജയം ഉണ്ടാകും. UDFന് നല്ല ട്രെൻഡുണ്ട്. ഒരു കുഴപ്പമില്ല. മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല. ഒരു പ്രതിസന്ധിയില്ല. പാർട്ടിയും മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഏതാണ്ട് 1 മണി വരെ ഫീൽഡിലായിരുന്നു. ഒരു മീറ്റിംഗ് രാവിലെ യോഗം ഉണ്ടായി. ഇനി ഇത് കഴിഞ്ഞാൽ ഉച്ചശേഷം വരന്തരപ്പള്ളിയിൽ ബാക്കി കുറച്ച് പോയിന്റ്സ് ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യും. ഇനിയുള്ള അടുത്ത ദിവസത്തെ ഷെഡ്യൂളൊക്കെ ഇപ്പോൾ ഫൈനലൈസ് ചെയ്യും. അങ്ങനെ നമ്മൾ DCC ഓഫീസിലാണ് ഉള്ളത്. ഇത് കണ്ടു നോക്കൂ, കരുണാകരൻ INTUCയുടെ കാലം മുതലേ തൃശ്ശൂർ ആണ് കരുണാകരൻ്റെ തട്ടകം എന്ന് പറയുന്നത്. ഛായാചിത്രമാണല്ലേ? ശങ്കരമേനോൻ 92 വരച്ചതാണ്. അതെല്ലാം കരുണാകരൻ്റെ മകനാണ് ഇവിടെ മത്സരിക്കുന്നത്. 1994 ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ പ്രധാനമന്ത്രി ഇത് കരുണാകരൻ്റെ സപ്തതി മന്ദിരം. ഇതിൽ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നും ഇന്നും ലീഡർ എന്ന് വിളിക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അതിനുശേഷം പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP ഒക്കെ വിളിക്കുന്ന ലീഡർ ഈ കർണാടക മാത്രം പകരം വെക്കാനില്ലാത്ത. നമസ്കാരം. എങ്ങനെയുണ്ട് ഫീൽഡ് നല്ല സ്മൂത്തായി പോകണോ? UDFന് അനുകൂലമായ വലിയ മൂവ്മെൻറ്റ്, അതായത് കഴിഞ്ഞ 2019 UDFന് അനുകൂലമായി ഉണ്ടായിരുന്ന അതേ മൂവ്മെൻറ്റ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. ആ പൊളിറ്റിക്കൽ തൃശ്ശൂർ പൂരത്തിൽ കുറേ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിലെ അസ്വാരസ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻഡ് സ്ക്രീൻ പ്ലേ. ആരായിരിക്കും എൻ്റെ പ്ലാൻ? അതായത് CPM BJP ഡീലിൻ്റെ ഭാഗമായി BJPക്ക് ഇടപെടാനുള്ള സ്പേസ് ഉണ്ടാക്കലായിരുന്നു തൃശ്ശൂർ പൂരം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം എലമെന്റ്സ് ഇനിയും കയറി വരും. അല്ല, അവരുടെ ഒരു സ്റ്റാർ ഐക്കൺ ഇടതുപക്ഷത്തിൻ്റെ ആണ് നിൽക്കുന്നത്. അപ്പോൾ അവരങ്ങനെ കളിക്കുമോ? സ്റ്റാർ ഐക്കണിനപ്പുറത്ത് CPMൻ്റെ സ്റ്റാർ ഐക്കൺമാർ പലരും ഇപ്പോഴും ഭാവി ചോദ്യചിഹ്നമായി നിൽക്കുന്നത് EDക്ക് മുന്നിൽ. കരൂർ ബാങ്ക് ഓൺലൈനുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് മുന്നേ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. 1ാം സ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പാണ്. BJPക്ക് 2ാം സ്ഥാനം ഒപ്പിച്ചു കൊടുക്കാനുള്ള എല്ലാ രാഷ്ട്രീയ തന്ത്രപരമായ എല്ലാ നീക്കങ്ങളും CPM ഇടതുപക്ഷവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. യുവാക്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് കോൺഗ്രസിൻ്റെ പുതിയ പ്രകടന പത്രികയിൽ സാധിച്ചിട്ടുണ്ട്. മറ്റേ 1 വർഷത്തെ അപ്രൻറ്റീസ് ജോലിയുടെ കാര്യമാണെങ്കിലും, പിന്നെ ബിരുദാനന്തര ബിരുദ നേടിയിട്ടുള്ള എല്ലാവർക്കും തൊഴിലുറപ്പാക്കുന്ന കാര്യമാണെങ്കിലും, പിന്നെ പ്രധാനമായിട്ട് ഈ ബീഹാർ ഒരു സ്പെസിഫൈ ചെയ്ത് പറയില്ല, പെട്ടെന്ന് ഒരു സംസ്ഥാനത്തെ വിക്ഷേപിച്ച് സംസാരിക്കില്ല. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഈ ചോദ്യപേപ്പർ ചോർച്ച പോലെ, അനധികൃത നിയമനം പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളം വ്യാപകമായി നടക്കുന്നുണ്ട്. അത് ഈ നാട്ടിലെ ഈ ഭാരതത്തിലെ യുവത്വത്തെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട്. അതിനൊരു കർശനമായ നിയമനിർമ്മാണം കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. കാരണം ഇന്ത്യൻ യുവത്വത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുള്ള, ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുള്ളൊരു പാർട്ടി, ഒരു ജനാധിപത്യ ആശയവുമാണ് കോൺഗ്രസ്. പിന്നെ തൃശ്ശൂരിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ തൃശ്ശൂർ പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും പല രീതിയിലുള്ള കണക്ക് പറച്ചിലുകളുണ്ടെങ്കിലും ഏപ്രിൽ 26 തൃശ്ശൂരിൻ്റെ ജനാധിപത്യ മനസ്സ് അത് നേരിനൊപ്പം നിൽക്കും എന്നുള്ള നമുക്ക് ജൂൺ 4 അറിയുകയും ചെയ്യാം. അങ്ങനെ അനീഷ്, ഞങ്ങൾ തൃശ്ശൂർ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് കാണാം.
അങ്ങനെ നമ്മൾ ശക്തൻ്റെ തട്ടകം വിട്ടു, തൃശ്ശൂർ ജില്ല വിട്ടു, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം വിട്ടു, പാലിയേക്കര ടോൾ ഇതാ കഴിഞ്ഞു. എന്തു തോന്നുന്നു നിതിൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേടച്ചൂട് അത് പൂരം കഴിഞ്ഞു. തൃശ്ശൂർ ആ പൂരവും കഴിഞ്ഞ് എലക്ഷൻ്റെ ശക്തമായിട്ടുള്ള ചൂടിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറയുന്നത് പോലെയുള്ളൊരു ത്രികോണ മത്സരം, അതായത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്റ്റാർ മണ്ഡലം എന്ന് പറയും, അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ വരെയുള്ള മണ്ഡലമാണ്. സുരേഷ് ഗോപി മത്സരിക്കുന്നു, കെ മുരളീധരൻ മത്സരിക്കുന്നു, അതുപോലെ വി എസ് സുനിൽകുമാർ. ഈ 3 പേരും ശക്തരായിട്ടുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളാണെങ്കിൽ സിമ്പിളായിട്ട് ജയിച്ചു പോകേണ്ട ആളുകളാണ്. അത്രയും ആളുകളുടെ മനസ്സിലിടം നേടിയ സിനിമയിലൂടെ ആയിരിക്കും ചിലപ്പോൾ സുരേഷ് ഗോപി നേടിയിട്ടുണ്ടാവുക. പക്ഷേ ബാക്കിയുള്ള 2 പേരും രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്. ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ വോട്ടംഗത്തിൻ്റെ യാത്രയിലെ ഒരു പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ മുരളീധരൻ ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ളൊരു സാധ്യത വരെ ഉണ്ടായേക്കാം. അതാണ് ഈ നിബിൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് നിതിൻ. അതായത് ഈ ശക്തമായി നമ്മൾ ഇത്രയും മണ്ഡലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും വോട്ടംഗത്തിന് ബോധ്യമായത് ശക്തവും കൃത്യവുമായ ഒരു ത്രികോണ മത്സരം, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ത്രികോണ മത്സരം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ മാത്രമാണുള്ളതെന്ന്, അല്ലേ? തീർച്ചയായും മുന്നണി നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും എല്ലാം നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള മത്സരമാണ് ഓരോ ദിനം, അതായത് പോളിംഗ് ദിനം അടുക്കുമ്പോൾ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പോയിടത്തെല്ലാം വോട്ടർമാരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് LDFും UDFും അതിനൊപ്പം കേരളത്തിൽ ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിലൊന്നും അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് സുപരിചിതമല്ലാത്ത രൂപത്തിലുള്ള ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരമാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. ആരു ജയിക്കുമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ നിബിൻ ഭായ് സൂചിപ്പിച്ചതുപോലെ LDFന് ചെറിയൊരു എഡ്ജ് നിലവിലുണ്ട്. ഒരു പക്ഷേ ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ UDF 3ാം സ്ഥാനത്തെത്തും, അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ്. വോട്ട് പോയാലും അത്ഭുതമില്ല, ഒരിക്കലുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അജും സാർ, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ മുരളീധരൻ ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ സാധാരണ സ്ഥാനാർത്ഥി കുറവ് കണ്ടു. പക്ഷേ അതൊരു പക്ഷേ വെയിലേറ്റ് വാടിയതിൻ്റെ ആകാം, പ്രചരണത്തിൻ്റെ ക്ഷീണമാകാം, അല്ലേ? ആവാം, എലക്ഷനാണ്, എന്തുമാവാം, മാറി മറിയാം. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വോട്ട് കഴിയണം, വോട്ടെണ്ണലാവണം, കാത്തിരുന്ന് കാണണം. തീർച്ചയായും ഉദ്യോഗ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തൃശ്ശൂർ. എന്തായിരുന്നാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൊട്ടിക്കലാശം കഴിഞ്ഞാൽ ജനസമ്മതിദാനം രേഖപ്പെടുത്തപ്പെടും. പിന്നീട് ഒരുപക്ഷെ ജൂൺ 4-ന് കൃത്യമായ കാര്യങ്ങൾ അറിയാം. അപ്പോൾ മാത്രമേ വ്യക്തത വരൂ. പക്ഷേ ഇവർ സൂചിപ്പിച്ച പോലെ തൃശ്ശൂരിൽ ഞങ്ങൾ കണ്ടത്, കേരള വിഷൻ വോട്ടംഗം കണ്ട കാര്യമാണ് ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചത്. നമുക്കിനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം.